ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫൺസോറ ചാനലിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് മാർക്കറ്റിന്റെ അനാലിസിസ് നമ്മൾ ഇന്നലെ ചെയ്തതാണ് നോക്കാൻ പോകുന്നത്. ടെക്നിക്കൽ അനാലിസിസ് എത്രത്തോളം ശരിയായെന്ന് നോക്കാം. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു നമുക്കൊരു കൺഫർമേഷൻ ലെവൽ ഉണ്ട് 24,000. അതും കഴിഞ്ഞ് 24,200 എന്ന റെസിസ്റ്റൻസ് 1 അവർ ക്യാൻഡിൽ 1 അവർ കൺഫർമേഷൻ വെച്ച് നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിലായിട്ട് ബ്രേക്ക് ഔട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് നല്ലൊരു അപ്വേർഡ് മൂവ്മെന്റ് കിട്ടും. അതും ഭയങ്കര ഹെവി മൂവ്മെന്റ് അല്ലെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഒരു മാക്സിമം 100 to 200 പോയിന്റ്സ് അപ്വേർഡ് മൂവ്മെന്റ് കിട്ടുമെന്ന് പറഞ്ഞിരുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇന്നലത്തെ വീഡിയോ കണ്ടാൽ മതി. ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഐ ബട്ടണിലും കാർഡിലും അറ്റാച്ച് ചെയ്തേക്കാം. അപ്പോൾ ടെക്നിക്കൽസ് വഴി നോക്കാൻ നേരത്ത് മാർക്കറ്റ് ഇപ്പോഴും റിക്കവറി സ്റ്റേജിലായെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ മാർക്കറ്റ് ഇന്നൊരു നല്ലൊരു മൂവ് ആണ് നടത്തിയിരിക്കുന്നത്. 298 പോയിന്റ്സ് ആണ് അപ്പ് മൂവ്മെന്റ് നടത്തിയത്. മൊത്തം പെർസെന്റേജ് വൈസ് നോക്കിക്കഴിഞ്ഞാൽ 1.24% ആണ് അപ്പ് മൂവ്മെന്റും നൽകിയിരിക്കുന്നത്. നല്ലൊരു മൂവ്മെന്റ് ആണ്. പിന്നെ അത് ഗിഫ്റ്റ് നിഫ്റ്റിയിൽ എടുത്ത് പറയാനാണെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റിയും ഇന്ന് നല്ലൊരു അപ്പ് മൂവ്മെന്റ് ആണ് കാണിച്ചത്. ഇത് ഞാൻ നേരത്തെ വരച്ച എം പാറ്റേൺ ആണ്. താഴത്തോട്ട് പോയില്ലെങ്കിൽ ഞാൻ പറഞ്ഞിരുന്നു സൈഡ് വേസ് കഴിഞ്ഞ് ഒരു റിഫ്ലക്ഷൻ ഉണ്ടാവും മുകളിലോട്ട്. അതുപോലെ തന്നെ ബെയറിഷ് മൂവ്മെന്റ്, ഒരു ചെറിയൊരു ബെയറിഷ് മൂവ്മെന്റ് ഉണ്ടായെങ്കിലും അതിനുശേഷം പിന്നെ നല്ലൊരു റിഫ്ലക്ഷൻ ഇന്ന് ഗിഫ്റ്റ് നിഫ്റ്റിയിൽ ഉണ്ടായി. ആ ഒരു റിഫ്ലക്ഷൻ ആണ് ഇന്ന് നമ്മുടെ നിഫ്റ്റി 50യിലും ഇൻഡയറക്ട്ലി കാണിച്ചത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മാർക്കറ്റ് ഇപ്പൊ ക്ലോസ് ചെയ്തിരിക്കുന്നത് 24,339 എന്ന ലെവലിലാണ്. ഓക്കെ, അപ്പൊ ഇത് വെച്ച് നമുക്ക് ബാക്കിയുള്ള അനാലിസിസ് ചെയ്യാം. അപ്പൊ ആദ്യമേ തന്നെ ഞാൻ ക്ലോസിംഗ് ഒന്ന് മാർക്ക് ചെയ്തോട്ടെ. പിന്നെ നാളെ ഓർക്കുക, സെൻസെക്സിന്റെ എക്സ്പയറി ആണ് നാളെ. ഞാനിതൊന്ന് എഴുതിക്കോട്ടെ. 24,339 ആണ് ഇന്നത്തെ വെനസ്ഡേ ക്ലോസിംഗ്. ഓക്കെ, അപ്പോൾ നാളെ സെൻസെക്സിന്റെ എക്സ്പയറി ആണ്. അതുകൊണ്ട് സെൻസെക്സിനെ കുറിച്ച് കൂടുതൽ അനലൈസിങ് ചെയ്തതിന് ശേഷം ഞാൻ പിന്നെ നിഫ്റ്റിയിലോട്ട് തിരിച്ചു വരാം. അപ്പൊ നമുക്ക് സെൻസെക്സ് ഒന്ന് ജസ്റ്റ് എടുക്കാം. അപ്പൊ സെൻസെക്സ് നമ്മൾ ഓൾറെഡി വീക്ക്ലി അനാലിസിസ് ചെയ്തിരുന്നു. അതിന്റെ ഡ്രോയിങ്സ് ആണിത്. അപ്പൊ ഞാനിതൊന്ന് ക്ലിയർ ചെയ്തിട്ട് ഇന്നത്തെ പറയാം. അപ്പൊ നിഫ്റ്റി പോലെ തന്നെ സെൻസെക്സും ഇന്ന് നല്ലൊരു പെർഫോമൻസ് ആണ് കാണിച്ചത്. പിന്നെ എടുത്തു കാണിക്കാനുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, സെൻസെക്സിൽ ഈ ഒരു പെർട്ടിക്കുലർ ലെവൽ ഉണ്ടല്ലോ, ആ ലെവല് ഇപ്പോ മൂന്നാമത്തെ തവണയാണ് മീറ്റപ്പ് ചെയ്യുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് ആ ലെവലിൽ വന്നാണ് ഇപ്പൊ മാർക്കറ്റ് വന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ക്ലോസ് ചെയ്തിരിക്കുന്ന ലെവൽ എന്ന് പറയുന്നത് 77,974 ആണ് ഇന്നത്തെ വെനസ്ഡേ ക്ലോസിംഗ് ലെവൽ. അപ്പോ നാളെ ശ്രദ്ധിക്കാനുള്ള കാര്യം, സെൻസെക്സിന്റെ എക്സ്പയറി ആയതും കൂടി കൊണ്ടും പിന്നെ ഈ ഒരു റെസിസ്റ്റൻസ് ലെവല് പലതവണ മീറ്റ് ചെയ്ത് മാർക്കറ്റ് റെസ്പെക്ട് ചെയ്തത് കൊണ്ടും, പിന്നെ മൂന്നാമത്തെ കാര്യം, ഇത് സൈഡ് വേസിലായിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പൊസിഷനാണ്. ഇങ്ങനെ 3 കാര്യങ്ങളാണ് നമുക്ക് ശ്രദ്ധിക്കാനുള്ളത്. മാർക്കറ്റ് സൈഡ് വേസ് ആണ് മൂവ് ചെയ്യുന്നത്. 3 തവണയെ ഒരേ പൊസിഷനിൽ വന്ന് താഴത്തോട്ട് റിഫ്ലക്ട് ചെയ്യുന്നത്. പിന്നെ വേറൊരു കാര്യമുള്ളത്, ഇവിടെ ഗ്യാപ്പും ഉണ്ട്. ഇവിടെ ചെറിയൊരു ഗ്യാപ്പാണ്. അപ്പോൾ മാർക്കറ്റ് എങ്ങാനും ഈ ഒരു ലെവലിൽ മുകളിലോട്ട് പോകുവാണെങ്കിൽ, മാർക്കറ്റ് നാളെ വേറെ ബാഡ് ന്യൂസ് ഒന്നും ഇല്ല, ഗിഫ്റ്റ് നിഫ്റ്റി നല്ലോണം ഓപ്പൺ ചെയ്യുവാണെങ്കിൽ, മാർക്കറ്റ് ഇവിടുന്ന് കണ്ടിന്യൂസ് മൂവ്മെന്റ് മുകളിലോട്ട് പോകുവാണെങ്കിൽ ഈ ഒരു ഗ്യാപ്പ്, അതായത് ഈ ഒരു ഗ്യാപ്പ് വരുന്നത് ഏകദേശം 258 പോയിന്റ്സ് ആണ്. ഈ ഗ്യാപ്പ് ഈസിലി ക്ലോസ് ആവും. അപ്പൊ ഞാനൊന്ന് എഴുതിക്കോട്ടെ. 258 പോയിന്റ്, നമുക്ക് റൗണ്ട് അപ്പ് ആയിട്ട് 260 പോയിന്റ്സ് എഴുതാം. 260 പോയിന്റ്സ് ഉള്ള ഗ്യാപ്പ് ഈസിലി ക്ലോസ് ആവും. കാര്യം സെൻസെക്സിന്റെ ആവറേജ് മൂവ്മെന്റ് എന്ന് പറയുന്നത് 500 to 1000 പോയിന്റ്സ് ആണ്. ഈ 500 to 1000 പോയിന്റ്സിൽ ഇന്നത്തെ മൂവ്മെന്റ് തന്നെ നോക്കിയാൽ കാണാം, നല്ലൊരു മൂവ്മെന്റ് ആണ്. 1000 പോയിന്റ്സിന്റെ അടുത്ത് നല്ലൊരു ബുള്ളിഷ് മൂവ്മെന്റ് പ്ലസ് 940 പോയിന്റ്സ് അപ്പ് മൂവ്മെന്റ് നൽകിയിട്ടുണ്ട്. ഒപ്പം 1.22% ആണ് പെർസെന്റേജ് വൈസ് മൂവ്മെന്റ് നൽകിയിരിക്കുന്നത്. ബൈസെൽ വാല്യൂ വന്നിരിക്കുന്നത് 77,958.52 ആണ്. അപ്പൊ ഇതൊക്കെ വെച്ച് നോക്കാൻ നേരത്ത് നമുക്ക് എടുത്തു പറയാനുള്ള ഒരു കാര്യം, ഇപ്പോ മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്ന ലെവല് വളരെ ഇമ്പോർട്ടന്റ് ലെവലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് വെച്ച് വേണം ബാക്കിയുള്ള അനലൈസ് ചെയ്യാൻ. നമുക്ക് അപ്പൊ അതിലോട്ട് കടക്കാം. അപ്പോൾ ഇനിയിപ്പോ നോക്കാനുള്ളത് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സപ്പോർട്ട് ലെവൽസ് ആണ്. അപ്പോൾ താഴത്തോട്ടുള്ള സപ്പോർട്ട് ലെവൽസ് ഈ 2 ലെവൽസ് ആയിരിക്കും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. ഒന്ന് 77,500 എന്ന് വരുന്ന സപ്പോർട്ട് ലെവൽ, ഇതായിരിക്കും ഇൻട്രാഡേ സപ്പോർട്ട് ലെവൽ 1 ആയിട്ട് ആക്ട് ചെയ്യുന്നത്. പിന്നെ വരാൻ പോകുന്ന നെക്സ്റ്റ് സപ്പോർട്ട് ലെവൽ എന്ന് പറയുന്നത് 77,000 ആയിരിക്കും. ഓക്കെ, 2 ഇമ്പോർട്ടന്റ് സപ്പോർട്ട് ലെവലാണ്.
പിന്നെ എടുത്തു പറയാനുള്ള വേറൊരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതൊരു സൈഡ് വേസ് മൂവ്മെന്റ് ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒന്ന് മൊത്തം സൈഡ് വേസ് മൂവ്മെന്റിന്റെ ഡേയ്സ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് എടുക്കാം. ഇവിടെ നിന്ന് ഡേയ്സ് നോക്കി കഴിഞ്ഞാൽ ഏകദേശം 13 ഡേയ്സ് കണ്ടോ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ വാല്യൂ കാണാൻ പറ്റും. ഇവിടെ 13 ഡേയ്സ് ആയിട്ട് സൈഡ് വേസ് മൂവ്മെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ നാളെ ഒരു നെഗറ്റീവ് ന്യൂസ് ഒന്നും ഇല്ലെങ്കിൽ മാർക്കറ്റ് മുകളിലോട്ട് പോകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ 260 പോയിന്റ്സ് ഈസി ആയിട്ട് ക്ലോസ് ആവും. പിന്നെ ക്ലോസ് ആയ നമ്മുടെ ഗ്യാപ് തിയറി വർക്കൗട്ട് ആവും. എന്ന് വെച്ചാൽ നമുക്ക് റെസിസ്റ്റൻസ് നോക്കാനുള്ളത് ഈ ഒരു റെസിസ്റ്റൻസ് ആണ്. ഇതെന്ന് പറയുന്നത് 78,500 എന്ന റെസിസ്റ്റൻസ് ആണ്. ഞാൻ ഇവിടെ മാർക്ക് ചെയ്യാൻ 78,500 എന്ന ഇൻട്രാഡേ റെസിസ്റ്റൻസ് മാർക്കറ്റ് റെസ്പെക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ ഇവിടെ ഒരു 1 അവർ ബുള്ളിഷ് ക്യാൻഡിൽ ഫോം ചെയ്യണം. 1 അവർ ടൈം ഫ്രെയിമില് 1 അവർ ബുള്ളിഷ് ക്യാൻഡിൽ ഫോം ചെയ്യണമെങ്കിൽ ഇവിടെ നിന്ന് ഒരു നെക്സ്റ്റ് മൂവ്മെന്റ് പ്രതീക്ഷിക്കാം. പക്ഷെ കൂടുതൽ ചാൻസസ് ഇവിടെ നിന്ന് മാർക്കറ്റ് റീട്രേസ് ചെയ്യാനായിരിക്കും കൂടുതൽ ചാൻസസ്. അപ്പൊ കറക്റ്റ് ആയിട്ട് മാർക്കറ്റിന്റെ കൺഫർമേഷൻസ് ഒക്കെ എടുത്തിട്ട് വേണം മാർക്കറ്റിൽ ട്രേഡ് എടുക്കാൻ. അതുപോലെ തന്നെ മാർക്കറ്റ് താഴത്തോട്ട് ഫോളോ ചെയ്യുവാണെങ്കിൽ ഈ ഒരു സോൺ ഉണ്ടല്ലോ, ഞാനിപ്പോ പറഞ്ഞ ഈ സൈഡ് വേ സോൺ, മാർക്കറ്റ് താഴത്തോട്ട് പോരുവാണെങ്കിൽ വീണ്ടും ഈ സൈഡ് വേ സോൺ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും ഇങ്ങനെ. ഓക്കെ, അപ്പോ ഈ ഒരു ക്യാൻഡിൽ കൺഫർമേഷൻ മുകളിലോട്ട് ട്രേഡ് എടുക്കുന്നവര്, പ്രത്യേകിച്ച് നാളെ സെൻസെക്സ് എക്സ്പയറിംഗ് കൂടിയാണ്, അതുകൊണ്ട് തന്നെ സെൽ ഓഫ് കൂടുതൽ ഉണ്ടാകും. കൂടുതൽ ആൾക്കാർ കോൺട്രാക്ട്സ് ഒക്കെ ക്ലോസ് ചെയ്യണം, അണ്ടർസ്റ്റാൻഡബിൾ ആണ്. അപ്പോൾ മാർക്കറ്റ് ഇത്തിരി വോളറ്റൈൽ ആയിരിക്കും. അതുകൊണ്ട് ഡബിൾ കൺഫർമേഷൻ എടുത്തതിന് ശേഷം മാത്രം മുകളിലോട്ട് ട്രേഡ് എടുക്കുന്നതായിരിക്കും സെൻസെക്സിൽ ട്രേഡ് ചെയ്യുന്നവർക്ക് സേഫർ. ഓക്കെ, പിന്നെ നമുക്കിനി നിഫ്റ്റിയിലോട്ട് പോകാം. അപ്പൊ നിഫ്റ്റിയുടെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ പിന്നെ നിഫ്റ്റി 50നെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യമേ ഞാൻ പറഞ്ഞിരുന്നു, നിഫ്റ്റി 50ക്ക് നമുക്ക് ഒരു സിമെട്രിക്കൽ ട്രയാങ്കിൾ പാറ്റേൺ ഉണ്ടെന്ന്. ഈ സിമെട്രിക്കൽ ട്രയാങ്കിൾ പാറ്റേൺ ആണ് ഞാൻ എപ്പോഴും പറയാറുണ്ട്, സിമെട്രിക്കൽ ട്രയാങ്കിൾ പാറ്റേൺ നോൺ ഡയറക്ഷണൽ പാറ്റേൺ ആണ്. പക്ഷേ നോൺ ഡയറക്ഷണൽ പാറ്റേൺ ഇപ്പോൾ ബുള്ളിഷ് ആയിട്ടാണ് ബ്രേക്ക് ഔട്ട് ചെയ്തേക്കുന്നത്. പക്ഷെ ഇവിടെയും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ബാങ്ക് നിഫ്റ്റി പോലെ തന്നെ ഇവിടെയും മാർക്കറ്റ് ഈ ഒരു ലെവൽ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്, പല തവണയായി റെസ്പെക്ട് ചെയ്യുന്നത്. അത് വളരെയധികം ശ്രദ്ധിക്കണം. അത് മാത്രമല്ല, നമ്മുടെ ബൈസെൽ വാല്യൂ വന്നിരിക്കുന്നത് 24,330.95 നല്ല വാല്യൂ ആണ്. പ്ലസ് 298.15 പോയിന്റ്സ് നല്ലൊരു അപ്പ് മൂവ്മെന്റ് ആണ്. കാര്യം നിഫ്റ്റി 50യുടെ ആവറേജ് മൂവ്മെന്റ് എന്ന് പറയുന്നത് 100 to 200 പോയിന്റ്സ് ആണ്. അത് വെച്ച് നോക്കാന്നത് 298 പോയിന്റ്സ് നല്ലൊരു ബുള്ളിഷ് മൂവ്മെന്റ് ആണ് നൽകിയിരിക്കുന്നത്. 1.24% ആണ് പെർസെന്റേജ് വൈസ് അപ്പ് മൂവ്മെന്റ് നൽകിയിരിക്കുന്നത്. ഇന്നലെ വരെ വീക്ക്ലിയിൽ നെഗറ്റീവ് ആയിരുന്നത് ഇന്ന് 0.97% ആയിട്ട് കൂടിയിട്ടുണ്ട്. അതും നല്ല കാര്യം. പക്ഷെ ഇവിടെയും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, ഇവിടെ ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു, ഇവിടെ ഒരു W പാറ്റേൺ ഉണ്ടെന്ന്. ഈ W പാറ്റേൺ പതുക്കെ ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. പക്ഷേ ഈ W പാറ്റേൺ ഇനി നമുക്ക് കൺസിഡറേഷനിൽ എടുക്കാൻ പറ്റില്ല. കാര്യം എന്താന്ന് പറയാം, ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു W പാറ്റേൺ ഉണ്ടെങ്കിലും അത് ആക്ടിവേറ്റ് ആകുന്നത് ഈ ലെവലിലായിരിക്കും. അത് കഴിഞ്ഞാൽ മാക്സിമം ഇവിടം വരെ നോക്കാൻ പാടുള്ളൂ. കാര്യം W പാറ്റേണിന്റെ സ്റ്റാർട്ടിംഗ് പൊസിഷനിലാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ആ ഒരു പൊസിഷനിലാണ് ഇപ്പോൾ വന്ന് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് W പാറ്റേൺ ഇനി നമുക്ക് കൂടുതൽ ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാര്യം ആ പാറ്റേണിന്റെ മൂവ്മെന്റ് ഓൾറെഡി ഇവിടെ വന്നപ്പോൾ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് മാർക്കറ്റ് ഇന്ന് ക്ലോസ് ചെയ്തത്. അപ്പൊ ഇത് വെച്ചാണ് നമുക്ക് ഇനി അനാലിസിസ് ചെയ്യാനുള്ളത്. അപ്പൊ നിഫ്റ്റിയുടെ അനാലിസിസിലേക്ക് കടക്കാം നാളത്തേക്കുള്ളത്. പിന്നെ വേറെ എടുത്തു പറയാനുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, ഇവിടെയും നമ്മുടെ സെൻസെക്സിന്റെ പോലെ ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ഇന്നത്തെ മൂവ്മെന്റോട് കൂടി ആ ഗ്യാപ്പ് ഒരുവിധം ഫുള്ളായിട്ട് ക്ലോസ് ആയി. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഗ്യാപ്പ് ഒരുവിധം ഫുള്ളായിട്ട് ക്ലോസ് ആയിട്ടുണ്ട്. വളരെ പൊടി പോയിന്റ്സ് ഉള്ള, അത് നമ്മൾ കൺസിഡറേഷനിൽ എടുക്കില്ല. വളരെ 0.5 എന്തോ ചെറിയ പോയിന്റ്സ് മാത്രമല്ല, സൂം ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. അത് നമ്മൾ അത്ര കൺസിഡറേഷനിൽ എടുക്കില്ല. കാര്യം ഓൾമോസ്റ്റ് കണ്ടോ, അപ്പ് മൂവ്മെന്റിൽ ഫുള്ളി ക്ലോസ് ആയിട്ടുണ്ട്. അതുകൊണ്ട് കൺസിഡറേഷനിൽ ഈ ഗ്യാപ്പ് എടുക്കില്ല. ഇന്നത്തോടെ ആ മോളിലുള്ള ഗ്യാപ്പ് ക്ലോസ് ആയി. അപ്പോൾ സെൻസെക്സിൽ പറഞ്ഞ അതേ കാര്യം തന്നെ നിഫ്റ്റിയിലും എനിക്ക് പറയാനുള്ളത്. നമുക്ക് നോക്കാനുള്ള ഇമ്പോർട്ടന്റ് നെക്സ്റ്റ് ലെവൽ ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 24,500 ആണ്. ഞാനിവിടെ മാർക്ക് ചെയ്യാൻ 24,500. ഇതായിരിക്കും നമ്മുടെ ഇൻട്രാഡേ റെസിസ്റ്റൻസ് 1 ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് സപ്പോർട്ട് ലെവല്. ഇമ്പോർട്ടന്റ് സപ്പോർട്ട് ലെവലാണ്. കാര്യം ഇതിനു മുമ്പ് പലതവണ ഈ സൈഡിലോട്ട് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ, കുറച്ചുകൂടി ബാക്കിലോട്ടുള്ള ഡാറ്റ നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, ഈ സപ്പോർട്ട് മീറ്റപ്പ് പലതവണ മാർക്കറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വരുന്ന 24,200 എന്ന സപ്പോർട്ട് ലെവൽ
24,200 എന്ന സപ്പോർട്ട് ലെവൽ ഇമ്പോർട്ടന്റ് ഇൻട്രാഡേ സപ്പോർട്ട് 1 ആയിട്ട് ആക്ട് ചെയ്യും. ഇവിടെ ഈ കേസിൽ നോക്കാനുള്ളത് ഏതെങ്കിലും ഒരു ലെവല് ബ്രേക്ക് ഔട്ട് ആണ്. ഒന്നെങ്കിൽ 24,500 ബ്രേക്ക് ഔട്ട് ആണ്, 1 അവർ ബുള്ളിഷ് ക്യാൻഡിൽ കൺഫർമേഷൻ ഉറപ്പായിട്ട് എടുക്കുക, എന്നിട്ട് മാത്രം മുകളിലോട്ട് ട്രേഡ് എടുക്കുക. അല്ലെങ്കിൽ മാർക്കറ്റ് ബെയറിഷ് ആയിട്ട് പോകുന്നതായിരിക്കും. താഴത്തോട്ട് 24,200 കഴിയുവാണെങ്കിൽ നോക്കേണ്ട കാര്യം 1 അവർ ബെയറിഷ് ക്യാൻഡിൽ കൺഫർമേഷൻ എടുക്കാം. ഇൻവേർട്ടഡ് ഹാമർ, നല്ല ബെയറിഷ് ആയിട്ടുള്ള ഇതുപോലെ ഗ്രീൻ ക്യാൻഡിൽ ഫോം ചെയ്ത പോലെ നല്ല ബോഡിയുള്ള റെഡ് ക്യാൻഡിൽ ഫോം ചെയ്യണമെങ്കിൽ ബെയറിഷ് എൻഗൾഫിംഗ് വരുവാണെങ്കിലൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം. കാര്യം 24,200 നെക്സ്റ്റ് ലെവലിലോട്ട് മാർക്കറ്റ് പോകാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഇതെല്ലാം മാർക്കറ്റിന്റെ ഓപ്പണിംഗ് അനുസരിച്ചിരിക്കും. പാരലലി നാളെ മാർക്കറ്റിൽ ട്രേഡ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ലെവൽസും കൂടി നോക്കുന്നത് നല്ലതായിരിക്കും. അഥവാ ഗിഫ്റ്റ് നിഫ്റ്റി ഇനിയും അപ്വേർഡ് മൂവ്മെന്റ് നടത്തുവാണെങ്കിൽ, നല്ലൊരു ബുള്ളിഷ് മൂവ്മെന്റ് നടത്തുവാണെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ഗ്യാപ്പ് അപ്പ് ആയിട്ട് ഓപ്പൺ ചെയ്യാൻ സാധ്യതയുണ്ട്. പ്രീ മാർക്കറ്റ് റിപ്പോർട്ട് സ്റ്റുഡൻസ് മെസ്സേജിൽ നോക്കിയാൽ മതി. അവിടെ ഞാൻ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട് 9 മണിക്ക് മുമ്പ് ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് റെഫർ ചെയ്യാം. എന്റെ യൂട്യൂബ് വ്യൂവേഴ്സ് ദയവ് ചെയ്ത് ഈ ഒരു ബാങ്ക് നിഫ്റ്റിയുടെ ഈ ഒരു ലെവല് നോക്കിയിട്ട് വേണം കറക്റ്റ് ആയിട്ട് ട്രേഡ് എടുക്കാൻ. അപ്പോൾ വിചാരിച്ച പോലെയുള്ള ഔട്ട്പുട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തേക്കുള്ള നിഫ്റ്റി 50 സെൻസെക്സിന്റെ അനാലിസിസ് വീഡിയോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കാൻ മടിക്കണ്ട. കോഴ്സിൽ ജോയിൻ ചെയ്യണമെങ്കിൽ ദയവേത് എനിക്ക് വാട്സാപ്പ് മെസ്സേജോ വാട്സാപ്പ് കോളോ ചെയ്യാവുന്നതാണ്. അതുവഴി കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. കോഴ്സിന് വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഇതാണ്, ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഇതാണ് നമ്പർ 918870135772. ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് ടെക്നിക്കൽ അനാലിസിസ് ഞാൻ ചെയ്യുന്നത് പോലെ പഠിക്കണമെങ്കിൽ നിങ്ങൾക്കും പഠിച്ച് ടെക്നിക്കൽ അനാലിസിസിൽ ബിഗിനർ ലെവൽ മുതൽ നമ്മൾ പഠിപ്പിക്കുന്നതായിരിക്കും. എക്സ്പേർട്ട് ലെവൽ വരെ നിങ്ങൾക്ക് ആവാവുന്നതാണ്. അപ്പൊ താല്പര്യമുള്ളവർക്ക് നിങ്ങൾക്ക് ടെക്നിക്കൽ അനാലിസിസ് സ്വന്തമായിട്ട് അനലൈസ് ചെയ്യാൻ, വേറെ ഒരാളുടെ സപ്പോർട്ട് ഇല്ലാതെ സ്വന്തമായിട്ട് അനലൈസ് ചെയ്യാൻ പഠിപ്പിച്ചു തരുന്നതായിരിക്കും. ഞാൻ അപ്പോൾ ഒരു സെബി രജിസ്റ്റേർഡ് ഓഫീസർ അല്ല. അതുകൊണ്ട് ഞാൻ ചെയ്യുന്ന അനാലിസിസ് എന്റെ എക്സ്പീരിയൻസും ടെക്നിക്കൽ അനാലിസിസ് തിയറിയും പ്ലസ് മാർക്കറ്റ് ന്യൂസ് അപ്ഡേറ്റ്സും കമ്പൈൻ ചെയ്ത് പറയുന്ന അനാലിസിസ് ആണ്. അത് 100% കറക്റ്റ് ആണോ എന്നില്ല, എനിക്കും തെറ്റുപറ്റാം. പിന്നെ ഞാൻ ഒരു സ്റ്റോക്കോ കമ്പനിയോ ഒരു സ്റ്റോക്ക് ബ്രോക്കറെയോ പ്രൊമോട്ട് ചെയ്യുന്നില്ല. ഈ വീഡിയോ കംപ്ലീറ്റ്ലി എഡ്യൂക്കേഷണൽ പർപ്പസ് ആണ്. ഇതിനകത്ത് എന്റെ ചാനലിൽ ഞാൻ മെയിൻ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ടെക്നിക്കൽ അനാലിസിസ് വഴി ഏത് മെയിൻ ആയിട്ടുള്ള ഇൻഡെക്സസ് ലൈക്ക് നിഫ്റ്റി 50, ഫിൻ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി എങ്ങനെ നമുക്ക് അനാലിസിസ് ചെയ്യാമെന്ന് വരച്ച് അനലൈസ് ചെയ്ത് പഠിപ്പിക്കുന്ന ചാനലാണ്. പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു സ്റ്റോക്ക് വാങ്ങിച്ച് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ സെബി രജിസ്റ്റേർഡ് ഓഫീസറോടോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അഡ്വൈസറോട് ചോദിച്ചിട്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. ഇന്നത്തെ വീഡിയോത്തേക്ക് ഇത്രയേ ഉള്ളൂ. അപ്പൊ താങ്ക് യു, ബൈ. നാളെ 9 മണിക്കും 10:30ക്കും ഇടയിൽ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും ഫണ്ട്സോറയിൽ നിന്ന് വിടാം. താങ്ക് യു, ബൈ. ഹാവ് എ നൈസ് ഡേ.